ഇനി അടുത്ത് ഐക്യരാഷ്ട്ര ശിശുക്ഷേമ സമിതി. ഐക്യരാഷ്ട്ര സംഘടന ശിശുക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാന ഏജൻസിയാണ് യൂണിസെഫ്. യൂണിസെഫ് അഥവാ യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് രൂപീകൃതമായത് 1946 ഡിസംബർ 11. യൂണിസെഫിന്റെ ആസ്ഥാനമാണ് ന്യൂയോർക്ക്. യൂണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗസംഖ്യ 36. യൂണിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായ വർഷം 1983. യൂണിസെഫിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1965. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമാണ് ലഭിച്ചത്. യൂണിസെഫിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗുഡ്വിൻ അംബാസഡറായി നിയമിതയായ പെൺകുട്ടിയാണ് മില്ലി ബോബി ബ്രൗൺ. 2018. യൂണിസെഫിന്റെ ആകെ അംഗസംഖ്യ 190 അധികം. യൂണിസെഫിന്റെ നിലവിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് കാതറിൻ റൂസൽ. യൂണിസെഫിന്റെ ഗുഡ്വിൻ അംബാസഡറായ ആദ്യ അഭയാർത്ഥിയാണ് മൂസോൻ അൽ മെലാഹാൻ. സിറിയയിലുള്ള വ്യക്തിയാണ്. യൂണിസെഫിന്റെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ യങ് പീപ്പിൾ പദവിയിലേക്ക് നിയമിതനായ ഇന്ത്യക്കാരനാണ് രവി വെങ്കടേശൻ. യൂണിസെഫിന്റെ ഇന്ത്യയുടെ യൂത്ത് അംബാസഡറായ കായിക താരമാണ് ഹിമാദാസ്. 2018. യൂണിസെഫ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഘടകങ്ങളിൽ ആദ്യമായി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പണമിടപാട് നടത്തിയത്. ഇനി അടുത്ത് യൂണിസെഫിലെ ഇന്ത്യക്കാർ. യൂണിസെഫിന്റെ ദക്ഷിണേഷ്യൻ അംബാസഡറായി നിയമിതനായ വ്യക്തിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ. 2013. യൂണിസെഫിന്റെ ദക്ഷിണേഷ്യൻ അംബാസഡറായി 2014 നിയമിതനായ വ്യക്തിയാണ് അമീർ ഖാൻ. 2016 യൂണിസെഫിന്റെ ആഗോള ഗുഡ്വിൻ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രിയങ്ക ചോപ്ര. അടുത്ത് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ. യുണൈറ്റഡ് നേഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1946. UN പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചത് 1948 ഡിസംബർ 10. പാരീസിലെ സമ്മേളനത്തിലാണ് ഇത് അംഗീകരിച്ചത്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 1950. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പിയാണ് ജോൺ പീറ്റേഴ്സ് ഹംബ്രി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് എലനോർ റൂസ്വെൽറ്റ്. എല്ലാ ജനങ്ങളും രാഷ്ട്രങ്ങളും കൈവരിക്കേണ്ട പൊതുപ്രമാണം എന്ന് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് UN പൊതുസഭ. UNHRC അന്താരാഷ്ട്ര മനുഷ്യാവകാശ കൗൺസിലായ വർഷം 2006. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ 70ാമത് വാർഷികമായി ആചരിച്ച വർഷം 2018. ലോകത്തെ ഏറ്റവും അധികം പരിഭാഷ ചെയ്യപ്പെട്ട രേഖ എന്ന ഗിന്നസ് റെക്കോർഡിന് അർഹമായ പ്രഖ്യാപനമാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 370 ഭാഷകളിൽ. ഇനി അടുത്ത് അന്താരാഷ്ട്ര വ്യോമയാന സംഘടന. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ സംഘടന നിലവിൽ വന്നത് 1944 ഏപ്രിൽ 4. ICAOയുടെ ആസ്ഥാനമാണ് മോൺട്രിയൽ, കാനഡ. ICAOയുടെ അംഗസംഖ്യ 193. ഇനി അടുത്ത് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, രോഗനിവാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമാണ് ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായ ഏക ഇന്ത്യൻ വനിതയാണ് രാജ്കുമാരി അമൃത് കൗർ. ലോകാരോഗ്യ സംഘടനയിൽ ഓഡിറ്ററായി നിയമിതനായ ആദ്യ ഏഷ്യക്കാരനാണ് VN കൗൾ. WHOയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് തെദാറോസ് അദനോം ഗബ്രിയോസസ്. 194 രാജ്യങ്ങൾ ലോകാരോഗ്യ സംഘടനയിൽ അംഗമാണ്. ലോകാരോഗ്യ സംഘടന ആദ്യ വനിതാ ഡയറക്ടർ ജനറലാണ് ഗ്രോ ഹാർലേം ബ്രാൻഡ്ലാൻഡ്. ലോകാരോഗ്യ സംഘടനയുടെ എക്സ്റ്റേണൽ ഓഡിറ്ററായി 2020-23 കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യനാണ് രാജീവ് മെഹർഷി. WHOയുടെ റീജിയണൽ കമ്മിറ്റി ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ 2021 വേദി നേപ്പാളാണ്. വെർച്വൽ സമ്മേളനം. WHOയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയണൽ ഡയറക്ടറായി വീണ്ടും നിയമിതനായത് ഡോക്ടർ പൂനം ഹേത്ര പാൽ സിംഗ്. അടുത്ത് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. IMO അഥവാ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷം 1948. IMOയുടെ ആസ്ഥാനമാണ് ലണ്ടൻ. അംഗരാജ്യങ്ങൾ തമ്മിലുള്ള നാവിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, സമുദ്ര അതിർത്തി നിർണ്ണയിക്കുക എന്നീ കർത്തവ്യങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര മാരിടൈം സംഘടന. അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ ആദ്യ രൂപമാണ് ഇന്റർ ഗവൺമെന്റൽ മാരിടൈം കൺസൾട്ടീവ് ഓർഗനൈസേഷൻ. ഇന്റർ ഗവൺമെന്റൽ മാരിടൈം കൺസൾട്ടീവ് ഓർഗനൈസേഷൻ എന്ന പേര് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്നായി മാറിയത് 1982 അന്താരാഷ്ട്ര മാരിടൈം സംഘടനയുടെ നിലവിലെ അംഗസംഖ്യ 176 അംഗങ്ങളും 3 അസോസിയേറ്റ് അംഗങ്ങളും.
2021 ഇന്ത്യ വീണ്ടും അന്താരാഷ്ട്ര മാരിടൈം സംഘടനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2022-23 കാലയളവിലേക്ക്.